ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശവിസ്മയങ്ങൾ എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി അല്ലേ, അതിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? സമതല ദർപ്പണം അല്ലേ, പ്ലെയിൻ മിറർ. ഈ സമതല ദർപ്പണത്തിൽ അല്ലെങ്കിൽ പ്ലെയിൻ മിററിൽ അതിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രതിബിംബം അത് ശരിക്കുമുള്ളതാണോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് സാർ ആദ്യം പറഞ്ഞത് അല്ലേ. എന്നിട്ട് കുറച്ച് അക്ഷരങ്ങളൊക്കെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. ആ അക്ഷരങ്ങളൊക്കെ നമുക്ക് ശരിക്ക് കാണുന്നത് പോലെ അല്ല നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ അല്ലേ, തല തിരിഞ്ഞാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ നോക്കൂ, ആ കുട്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കൈയില്ലേ, ആ കൈ ശരിക്കും കുട്ടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇടത് കൈയാണ് അല്ലേ. പക്ഷേ ആ ഇമേജിൽ അല്ലെങ്കിൽ ആ പ്രതിബിംബത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കത് വലത് കൈയായിട്ടാണ് തോന്നുക അല്ലേ. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, സമതല ദർപ്പണത്തിൽ നമ്മൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ ഒബ്ജക്ട്സ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രതിബിംബത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഒരു സമതല ദർപ്പണത്തിൽ നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും തോന്നുന്നു. ഇപ്രകാരം പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രതിഭാസത്തിനൊരു പേരുണ്ട്. അതിൻ്റെ പേരെന്താണ്? പാർശ്വിക വിപര്യം. എന്താണ് പ്രതിഭാസം എന്ന് മനസ്സിലായോ? സമതല ദർപ്പണത്തിൽ നമ്മുടെ വലതുഭാഗം ഇടതുഭാഗമായും അതുപോലെ തന്നെ നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ട് നമുക്ക് തോന്നും. ആ തോന്നുന്ന ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് പാർശ്വിക വിപര്യം. ഓക്കെ, ഇംഗ്ലീഷിൽ എന്താ പറയാൻ നോക്കാം. When standing in front of a plane mirror, our right side appear left and our left side appear right in the image. Such a shift of the lateral side of the images in the opposite direction is called lateral inversion. നമ്മൾ ഒരു പ്ലെയിൻ മിററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡായും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ടും നമുക്ക് തോന്നും. അതിനെയാണ് നമ്മൾ പറയുന്നത് ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. സാറ് എഴുതി തന്നിരുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പാർശ്വഭാഗങ്ങൾ വിപരീത ദിശയിൽ കാണപ്പെടുന്നു. ഇതിനെ നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നു. ദ ഷിഫ്റ്റ് ഓഫ് ദ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ലാറ്ററൽ ഇൻവേർഷൻ. സെയിം തന്നെയാണ്, ഞാനത് അതുകൂടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംബുലൻസ് അല്ലേ. ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആംബുലൻസ് എന്ന് ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത് അല്ലേ, നേരെയല്ല എഴുതി വെക്കുന്നത്. കാരണം എന്താണ്? മുന്നിൽ പോകുന്ന വാഹനത്തിലെ മിററിലൂടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതി വെക്കണം. അപ്പോഴാണ് മിററിൽ ആംബുലൻസ് എന്ന് വായിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ശരിക്കും എഴുതുന്ന പോലെ ആംബുലൻസ് എന്ന് എഴുതിയാൽ മുന്നിലെ വാഹനത്തിലെ മിററിൽ നോക്കുമ്പോൾ അത് ആംബുലൻസ് തല തിരിഞ്ഞേ കാണാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. മനസ്സിലായല്ലോ. ഇനി മറ്റൊരു കാര്യം പഠിപ്പിച്ചത് എന്തായിരുന്നു? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് അല്ലേ. ഒരു സമതല ദർപ്പണം എടുത്ത് അതിൽ നമ്മൾ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒന്ന്, വസ്തുവിൻ്റെ വലിപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും അല്ലേ. വസ്തുവിന് എന്താണോ വലിപ്പം ആ വലിപ്പം തന്നെയായിരിക്കും നമുക്ക് ആ മിററിൽ അല്ലെങ്കിൽ ആ സമതല ദർപ്പണത്തിൽ കാണുന്ന ആ ഒരു പ്രതിബിംബത്തിൻ്റെ വലിപ്പവും അത് തുല്യമായിരിക്കും. പിന്നെയോ, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാർ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പിന്നെയോ, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം, അതായത് അതിൻ്റെ സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരേ വലിപ്പം തന്നെയായിരിക്കും
പിന്നെ അടുത്തത് എന്താണ്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും സെയിം ആയിരിക്കും. പിന്നെയോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ. അത് മാറിപ്പോരുത് കേട്ടോ. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള അകലവും ഇമേജും മിററും തമ്മിലുള്ള അകലവും ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ. അടുത്ത എന്താ പറയുന്നത്? ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. ഇമേജിന് ലാറ്ററൽ ഇൻവേർഷൻ സംഭവിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം അല്ലേ, നമ്മളത് പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടായിരുന്നതാണ്. ആറന്മുള കണ്ണാടി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആറന്മുള കണ്ണാടിയെക്കുറിച്ചല്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പ്രത്യേകതരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ ലോകപ്രശസ്തമായ കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രത്യേകതരം ലോഹ കൂട്ടുകൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെയോ അതിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രതിബിംബം സാധാരണ ദർപ്പണത്തിലുള്ള പ്രതിബിംബത്തേക്കാൾ വ്യക്തമാണ്, ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ആറന്മുള മിറർ. The Aranmula mirror is made with an alloy of special composition. This mirror gives a clearer image than ordinary mirrors do. Ordinary മിറേഴ്സിനെക്കാട്ടിലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ഈ മിററിൽ കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചു തന്നത് ഒരു ഷീറ്റ് എടുത്തു അല്ലേ? എന്ത് ഷീറ്റാണ് അത്? ശരിക്കും പറഞ്ഞാൽ വളയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ണാടിയാണ്, മുന്നോട്ടും പുറകോട്ടും അല്ലേ? അപ്പോൾ അതിൽ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇമേജസ് ഉണ്ടാകുന്നതെന്ന് കാണിച്ചു തന്നു അല്ലേ? അപ്പോൾ 2-3 രീതിയിലാണ് കാണിച്ചു തന്നത്. ഒന്ന്, ആ ഒരു ഷീറ്റിനെ ഒന്നും ചെയ്യാതെ നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ അതിലേക്ക് ഇമേജ് കാണിച്ചു തന്നു അല്ലേ? ആക്കി തന്നു. അപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ആ ഒബ്ജക്റ്റിനും ഇമേജിനും അല്ലെങ്കിൽ ആ വസ്തുവിനും അതിൻ്റെ പ്രതിബിംബത്തിനും ഒരേ വലുപ്പമായിരുന്നു, സെയിം സൈസാണ് അല്ലേ? അപ്പോൾ പ്രതിബിംബത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാം വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണ് ഷീറ്റ് നിവർത്തി വെച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. പിന്നെ എന്താ സാറ് ചെയ്തത്? ഷീറ്റ് മുന്നോട്ടൊന്ന് വളച്ചു അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രതിബിംബത്തിൻ്റെ വലിപ്പം കുറഞ്ഞു, അത് വസ്തുവിനേക്കാളും ചെറുതായി അല്ലേ? പിന്നെയോ ഷീറ്റ് പിന്നോട്ട് വളച്ചപ്പോൾ പ്രതിബിംബം എന്ത് ചെയ്തു? വസ്തുവിനെക്കാട്ടിലും വലുതായിട്ട് തോന്നി. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ഓർക്കണം. ഒന്ന്, സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു കണ്ണാടി അല്ലേ? എന്നിട്ട് അതിൽ പ്രതിബിംബം ഉണ്ടാക്കിയപ്പോൾ വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലൊരു പ്രതിബിംബം കിട്ടി. മുന്നോട്ട് വളച്ചപ്പോൾ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബവും പിന്നോട്ട് വളച്ചപ്പോൾ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബവും കിട്ടി. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ക്ലാസ്സിൽ കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇവിടെ ചിത്രമൊന്നും കാണിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷിൽ ഷേപ്പ് ഓഫ് ദ ഷീറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ്. പ്ലെയിൻ ആയിരുന്നപ്പം, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിരുന്നപ്പം ഇമേജിൻ്റെ പ്രത്യേകത എന്താ? സെയിം സൈസ് ആസ് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജാണ് നമുക്ക് കിട്ടിയത്. ബെൻഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വളച്ചപ്പോൾ ഇമേജ് എങ്ങനെയായിരുന്നു? സ്മോളർ ദാൻ ദ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാളും ചെറിയ ഇമേജാണ് കിട്ടിയത്. ബെൻ ബാക്ക്വേർഡ്, പുറകോട്ട് വളച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാളും വലിയ ഇമേജാണ് കിട്ടിയത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണ്. ഒരു ഗോളത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മിറർ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഗോളം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പന്തിൻ്റെ ആകൃതിയാണ് ഗോളം. ആ പന്തിൻ്റെ ആകൃതിയിൽ അതിൽ നിന്നൊരു കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുകയാണ്, അതൊരു മിററാണെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് 3 തരത്തിൽ മിററുകൾ പറയാം. ഓക്കെ, ഒന്ന് സമതല ദർപ്പണമാണ്. അതായത് ഇപ്പം നമ്മൾ പഠിച്ചു, അതായത് വളവോ തിരിവോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മിറർ അല്ലെങ്കിൽ ദർപ്പണം. അതിനെയാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നത്. പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായത്. പിന്നെ വേറൊരു തരമുണ്ട്, അതാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയും. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ
പ്രതലം പുറത്തേക്ക് വളഞ്ഞത്. അതിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നെയ്യപ്പമില്ലേ, നെയ്യപ്പത്തിൻ്റെ ആകൃതി ആലോചിച്ചാൽ മതി. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ആകൃതി എങ്ങനെയാണ്? രണ്ട് സൈഡും പുറത്തേക്ക് കുറച്ചിങ്ങനെ ബെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അതാണ് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ആകൃതി. പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞത്. അപ്പോൾ കോൺകേവ് ദർപ്പണം എന്താ? പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത്, കുഴിഞ്ഞിരിക്കുന്ന പ്രതലമായിരിക്കും. അതാണ് കോൺകേവ് ദർപ്പണം. ഇത് മൂന്നും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതലം നിരപ്പായിരിക്കും. കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ്. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതാണ്. ഇംഗ്ലീഷിൽ പ്ലെയിൻ മിറർ എന്നാണ് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പ്ലെയിൻ അല്ലേ, പ്ലെയിൻ ആണ്. കോൺവെക്സ് മിറർ എന്താ? റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അല്ലേ, ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ. അതാണ് കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്, ഉള്ളിലേക്കാണ് വളഞ്ഞു നിൽക്കുന്നത്. അതാണ് കോൺകേവ് മിറർ. ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നു. ദ മിറേഴ്സ് വിച്ച് ആർ ദ പാർട്സ് ഓഫ് സ്ഫിയേഴ്സ് ആർ കോൾഡ് സ്ഫെറിക്കൽ മിറർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗോളത്തിൻ്റെ ഭാഗമായിട്ടൊരു മിറർ വരികയാണ്, അല്ലെങ്കിൽ ഗോളത്തിൽ നമ്മളൊരു മിറർ എടുക്കുകയാണെങ്കിൽ അതിനെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മളതിനെ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നു. ഇനി അവസാനം പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? ഒരു കുട്ടി ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചു തന്നല്ലേ, 2-3 മിറർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ദർപ്പണങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു. സമതല ദർപ്പണം ഉപയോഗിച്ചു, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. എന്നിട്ട് ഏത് വെച്ചിട്ടാണ് ശരിക്കുമുള്ള ഒരു പ്രതിബിംബം അവിടെ പതിപ്പിക്കാൻ, ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്കതിൽ നിന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റി. എന്തായിരുന്നു ആ നിഗമനം എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരുന്നു? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. അപ്പം ഏത് ദർപ്പണം ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നത്? കോൺകേവ് ദർപ്പണം. എന്താണ് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ കഴിയണം. അത്തരത്തിലുള്ള പ്രതിബിംബത്തെ നമ്മൾ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. അപ്പോൾ ഈ കോൺവെക്സ് അല്ലെങ്കിൽ മറ്റുള്ള ദർപ്പണങ്ങൾ ഉപയോഗിച്ച് പ്രതിബിംബം ഉണ്ടാകുന്നില്ലേ? ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബമാണ് മിഥ്യാപ്രതിബിംബം. ഓക്കെ, അപ്പം മിഥ്യാപ്രതിബിംബം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ദ ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ് ആൻഡ് ദ image which is formed inside the mirror but cannot be caught on a screen is called virtual image. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബത്തെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് റിയൽ ഇമേജ് എന്നാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജ്, അതാണ് റിയൽ ഇമേജ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജാണ് വിർച്വൽ ഇമേജ്. റിയൽ ഇമേജ് ഏത് മിറർ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക? കോൺകേവ് മിററാണ്. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു ആർക്കിമിഡിസിനെ കുറിച്ചാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പുരാതന ഗ്രീസിലെ മഹാന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആർക്കിമിഡിസ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം BC 287 മുതൽ 212 വരെ ആയിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ പുരാതന ഗ്രീസിലെ ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ആർക്കിമിഡിസ് അല്ലേ. ജീവിതകാലം പറഞ്ഞിരിക്കുന്നത് 287 BC മുതൽ 212 BC വരെയായിരുന്നു. BC നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, അതായത് നമ്മുടെ 2000 വർഷങ്ങൾ. നമ്മളിപ്പോൾ AD-യിലാണ് ജീവിക്കുന്നത്. അതിന് മുൻപുള്ള കാലഘട്ടമായിരുന്നു BC. ഗണിതശാസ്ത്രത്തിനും പുറമെ ഊർജ്ജതന്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ അതുല്യമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. BC 214-212 കാലത്ത് റോമൻ സൈന്യം തൻ്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കിമിഡിസ് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ കരിച്ചു കളഞ്ഞുവത്രേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഊർജ്ജതന്ത്രത്തിലും അതുപോലെ ജ്യോതിശാസ്ത്രത്തിലൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. എന്താണ്? ശത്രു സൈന്യം വന്നപ്പോൾ കോൺകേവ് മിറർ ഉപയോഗിച്ച്, വലിയൊരു കോൺകേവ് മിറർ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ കരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ ആർക്കിമിഡിസ് വാസ് വൺ ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ഇൻ ആൻഷ്യൻ ഗ്രീസ്. ഹി ഈസ് ബിലീവ്ഡ് ടു ഹാവ് ലിവ്ഡ് ഫ്രം BC 287 to 212. He made many unparalleled discoveries and inventions in physics and astronomy besides mathematics,
During BC 214 to 212, when the Roman soldiers attacked his town Syracuse, it is said that he burned their ships, focusing sunrays on them using a large concave mirror. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് ആ കോൺകേവ് ലെൻസും അതുപോലെ കോൺവെക്സ്, പ്ലെയിൻ മിറർ അതൊക്കെ ഒന്ന് വരച്ച് ഒക്കെ എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തിൻ്റെയെങ്കിലും ഉത്തരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടെ തന്നെ തരാൻ പറ്റുന്ന ഉത്തരമാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.